ഓം ശാന്തി. ഞാൻ ഏകാഗ്രമായി എൻ്റെ മസ്തകത്തിൽ പ്രകാശിക്കുന്ന സ്വസ്വരൂപത്തെ കാണുകയാണ്. ഞാൻ ഈ ദേഹത്തിൽ നിന്നും വേറിട്ട ഒരു ചൈതന്യ നക്ഷത്രമാണ്. ഞാൻ പ്രകാശസ്വരൂപ ആത്മാവാണ്. ഞാൻ അനുഭവം ചെയ്യുകയാണ്. ഞാൻ ചൈതന്യ പ്രകാശ ബിന്ദു ഭ്രുകുടിയിൽ നിന്നും പുറത്ത് കടന്ന് നീലാകാശത്തിനും അപ്പുറത്തേക്ക് പറന്നുയരുകയാണ്. നീലാകാശത്തെയും കടന്ന് സെക്കൻഡിനുള്ളിൽ പാവനധാമം പരമധാമത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഇവിടെ അഖണ്ഡ ജ്യോതിർമയ ബ്രഹ്മതത്വത്തിൽ അനന്തമായി ദിവ്യ സ്വർണ്ണച്ചുവപ്പാർന്ന പ്രകാശം വ്യാപിച്ചിരിക്കുന്നു. നാലു ഭാഗത്തും സ്വീറ്റ് സൈലൻസ് അനുഭവപ്പെടുന്നു. ഈ പരമശാന്തി മനസ്സിന് അപാര സുഖം നൽകുന്നു. ഈ പവിത്രധാമത്തിലെ ശുദ്ധമായ അലകൾ ഞാൻ ആത്മാവിനെ തൊലടിക്കൊണ്ട് നീങ്ങുന്നു. ഞാൻ പവിത്രതയുടെ അനുഭവം ചെയ്യുന്നു. ഈ പ്രകാശ തരംഗങ്ങളുടെ നടുവിൽ ഒരു ചൈതന്യ നക്ഷത്രമായി ഞാൻ പ്രകാശിക്കുന്നു. എൻ്റെ കൂടെ സ്വയം സർവശക്തിവാൻ ശോഭാബ ഇരിക്കുന്നു. ഞാൻ ആത്മാ ബീജരൂപ ബാബയുടെ കൂടെ ബീജരൂപസ്ഥിതിയിൽ സ്ഥിതമാക്കുന്നു. പവിത്രതയുടെ കിരണങ്ങളും സർവശക്തികളുടെ കിരണങ്ങളും ഞാൻ ആത്മാവിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിരണങ്ങളാൽ ഞാൻ ആത്മാവിലെ കറകൾ ഇളകിപ്പോകുന്നു. യോഗാഗ്നിയിൽ സർവവികാരങ്ങളും ഓരോന്നായി നീങ്ങിപ്പോകുന്നു. എൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ ഭസ്മമായിക്കൊണ്ടിരിക്കുന്നു. യോഗാഗ്നിയിലൂടെ എൻ്റെ മുഴുവൻ പാപവും കത്തി ഭസ്മമാകുന്നു. ശിരസ്സിലെ പാപഭാരങ്ങൾ ഇറങ്ങിപ്പോയിരിക്കുന്നു. വളരെ ലാഘവത്വം അനുഭവപ്പെടുന്നു. ഞാൻ ആത്മാ എൻ്റെ പാവന അവസ്ഥ വീണ്ടും പ്രാപ്തി ചെയ്യുന്നു. ഞാൻ ആത്മാവ് ബാപ് സമാന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഈ പാവന സ്ഥിതിയിൽ പരമധാമത്തിൽ നിന്നും ഞാൻ താഴേക്കിറങ്ങി
സാകാരവദനത്തിലെത്തി ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനാകുന്നു. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ പുണ്യാത്മാവാണ്. മനസ്സും വാണിയും കർമ്മത്തിലൂടെയും സർവർക്കും സുഖം നൽകുന്നു. ഞാൻ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയുടെ ഓർമ്മയിലിരിക്കുന്ന അഭ്യാസം ചെയ്യുന്നു. ജ്ഞാനവും യോഗവും മുഖ്യമായ മാർഗങ്ങളാണ്. കർമ്മം ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കുന്നു. യോഗം എന്നാൽ ഓർമ്മയാണ്. എനിക്ക് ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. ഈ സമ്പാദ്യം എൻ്റെ കൂടെ 21 ജന്മത്തേക്ക് ഉണ്ടായിരിക്കും. ഈ ജ്ഞാനം ഞാൻ ബ്രാഹ്മണനിൽ മാത്രമാണുള്ളത്. ശൂദ്രനിലോ ദേവതകളിലോ ഇല്ല. ഇതാണ് ആത്മീയ ജ്ഞാനം. വാസ്തവത്തിൽ ബാബ ആത്മീയ സർജനാണ്. ആത്മാവിന് ഇഞ്ചക്ഷൻ നൽകുന്നു. യോഗ ബലത്തിലൂടെ ഞാൻ എവർ ഹെൽത്തിയാകുന്നു. ആത്മാവിലെ കറകളില്ലാതാക്കുന്നു. പതിതരെ പാവനമാക്കി സദ്ഗതി നൽകുന്നു. ബാബയെ പറയുന്നു ഡോക്ടർ ഓഫ് സ്പിരിച്വൽ നോളജ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, പവിത്രമാകൂ. ഗൃഹസ്ഥ വ്യവഹാരത്തിലാണെങ്കിലും താമര പുഷ്പ സമാനം പവിത്രമായിരിക്കൂ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ എൻ്റെ പാപം ഭസ്മമാകുന്നു. മൂലവതനത്തിൽ പവിത്രാത്മാക്കൾക്ക് മാത്രമേ വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ജോലി ചെയ്യുമ്പോഴും ഓർമ്മയിലിരിക്കുന്ന ശീലമുണ്ടാക്കുന്നു. അരകൽപ്പത്തിന് ശേഷം എനിക്ക് പ്രിയതമനെ ലഭിച്ചിരിക്കുന്നു. ഓർമ്മയിലൂടെ ആത്മാവിലെ കറ ഇല്ലാതാകുന്നു. വിശ്വത്തിൻ്റെ അധികാരിയുമാകുന്നു. ബാബ പതിമാരുടെയും പതിയാണ്. അവരെ ഓർമ്മിക്കണം. ഞാൻ സത്യമായ സ്വർണമായിരുന്നു. ഇപ്പോൾ തികച്ചും അസത്യമായി കഴിഞ്ഞു. ബാബ പറയുന്നു, ഞാൻ പതിത പാവനനാണ്, എന്നെ ഓർമ്മിക്കൂ. ബാബ കൽപ്പം വന്ന് യുക്തി പറഞ്ഞു തരുന്നു. മന്മനാഭവ മധ്യാജീഭവ. ഞാൻ കർമ്മം ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കുന്ന ശീലമുണ്ടാക്കുന്നു. പദവിയോടെ പാസ്സാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. അതിനായി അനേകരുടെ സേവനം ചെയ്യുന്നു. അനേകരെ പഠിപ്പിക്കുന്നു. സന്ദേശവാഹകരായി മാറി സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നു. യഥാർത്ഥ പുരുഷാർത്ഥിയായി ക്ഷീണത്തിൻ്റെ അനുഭവം ചെയ്യുന്നില്ല. എന്നെ ബാപ്പുദാദ നടത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അനുഭവമുണ്ടാകുന്നു. സദാ പ്രേമത്തിൽ ലയിച്ചിരിക്കുന്നു.
സ്നേഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സർവപ്രാപ്തികളുടെയും അനുഭൂതി ഉണ്ടാകുന്നു. സന്തോഷത്തിൻ്റെ ആന്തരിക സുഖത്തിൽ, സർവശക്തികളുടെ അനുഭവത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ബാബ യഥാർത്ഥ പുരുഷാർത്ഥിയായി ഭവിക്കൂ എന്ന വരദാനം നൽകിയിരിക്കുന്നു. നിശ്ചയമാകുന്ന ഫൗണ്ടേഷൻ ഉറപ്പുള്ളതാണെങ്കിൽ ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ അനുഭവം സ്വതവേ ഉണ്ടാകുന്നു. ഓം ശാന്തി.